സ്വാഗതം ചെയ്യാം പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ വിശാഖ് സുബ്രഹ്മണ്യൻ. ഗ്രാൻഡ് ഫാദർ പി സുബ്രഹ്മണ്യമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് 1950. സർട്ടൻലി ഫിലിം ഇൻഡസ്ട്രി ഇസ് എ സർട്ടൻ റിസ്ക്. അപ്പോൾ ആരും അതിനകത്ത് പോകരുതെന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഓർമ്മ എന്താണ്? ഭയങ്കര ഹാർഡ് കോർ ഫാൻ ഓഫ് മോഹൻലാൽ, സോ ഡെഫിനറ്റ്ലി ലാലേട്ടൻ. മലയാളം ഫിലിംസിൽ ഒരു മാറ്റം വന്നുകൊണ്ടിരുന്ന ടൈം അറൌണ്ട് 2011. ട്രാഫിക്, സോൾട്ട് ആൻഡ് പെപ്പർ, തട്ടത്തിൻ മറയത്ത്, ഡയമണ്ട് നെക്ലസ്, അത്ര നല്ല സ്ക്രിപ്റ്റും എത്ര ഇതായിരിക്കും റോങ് റിലീസ് മതി മൊത്തം കാൽക്കുലേഷൻ മാറാൻ. അന്ന് വിനീത് ഇത് എങ്ങനെ ഡയറക്റ്റ് ചെയ്ത് ഇത്രയും ദിവസത്തിൽ എങ്ങനെ തീർത്തത് പടം കണ്ട് ഭയങ്കര വൗ ഫാക്ടർ ആയിരുന്നു കരൺ ജോഹർ പറഞ്ഞു തന്ന. ഇനി ഫെന്റാസ്റ്റിക് എന്ന് പറയുന്ന ബാനറിൽ നിന്ന് സിനിമകൾ വരാൻ ചാൻസ് ഉണ്ട്. പ്രൊഡ്യൂസറിന് നിർബന്ധിപ്പിച്ചൊരു പടം എടുക്കാൻ പറ്റത്തില്ല, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഗാംബ്ലിംഗ് ചെയ്യണത്. ഇപ്പൊ എങ്ങനെ ഇതിന്റെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫിലിം തിയേറ്ററിൽ റിലീസ് ചെയ്ത് തിയേറ്ററിന്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും ഇവർ നമ്മുടെ അടുത്ത് ഒരു നമ്പർ ആഫ്റ്റർ റിലീസ് പറയണത്. ഇപ്പോഴത്തെ OTT സിനിമ ഈസ് വെരി ബാഡ്. ആദ്യം ഹിന്ദി, തെലുങ്കു, തമിഴ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവസാനം നമ്മുടെ ഒരു മലയാളം ലീഗിൽ വരുന്നത്. അത്രയ്ക്കൊരു കോണ്ടന്റ് ഡ്രിവൻ ഫിലിം ആണെങ്കിൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു OTT ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഇത് ഓൾറെഡി OTT ധാരാളം കാശ് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് കാണുമല്ലോ. ഇത്രയും ഒരു സ്ലാഷ് ഡൗൺ ഒന്നും എക്സ്പെക്ട് ചെയ്തു. സിനിമയുടെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രത്തിൻ്റെ ഉടമയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ചെയ്യാം പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ വിശാഖ് സുബ്രഹ്മണ്യത്തിനെ. ഹായ്, വെൽക്കം വിശാഖ്. താങ്ക് യു ഫോർ ബീയിങ് ഇൻ ഹിറ്റുകളുടെ കഥ. ഈ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യം ഓർമ്മ വരുമ്പോൾ, അതായത് ആദ്യത്തെ ഓർമ്മ എന്താണ് വിശാഖിന്? സിനിമ എന്ന് പറയുമ്പോൾ കുഞ്ഞുനാളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ആദ്യത്തെ ഓർമ്മ? ഭയങ്കര ഹാർഡ് കോർ ഫാൻ ഓഫ് മോഹൻലാൽ, സോ ഡെഫിനറ്റ്ലി ലാലേട്ടൻ. പിന്നെ ഞാൻ ഒരു ഫിലിം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജനിച്ചത് തന്നെ. സോ അന്നത്തെ സമയത്ത് എനിക്ക് കുറേ ഫിലിംസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ ഇപ്പോൾ ഇവിടെ തിയേറ്റേഴ്സ് മാനേജ് ചെയ്ത് ശ്രീകുമാർ ശ്രീ വിശാഖ് ന്യൂ തിയേറ്ററൊക്കെ ഞങ്ങളുടെ ചെയിൻ ഓഫ് തിയേറ്റേഴ്സാണ്. അപ്പം കൊച്ചുകാലത്ത് തൊട്ടേ ഭയങ്കര സിനിമ ക്രേസ് ഉണ്ടായിരുന്നു. കിട്ടിയ സമയമെല്ലാം ഇപ്പം വെക്കേഷൻ, സാറ്റർഡേ, സൺഡേസ് ഒക്കെ ഏതെങ്കിലും ഒരു പടം ഉണ്ടെങ്കിൽ അവിടെ പോയി കാണാറുണ്ട്. സോ ഡ്യൂറിങ് ഒരു ചെറിയ വയസ്സ് തൊട്ടിട്ട് ഒരു മൂവി ബഫായിരുന്നു ആ സമയം തൊട്ടിട്ട്. തിയേറ്റേഴ്സിലാണ് ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ എന്ന് പറയും. യാ, ഡെഫിനറ്റ്ലി. ലൈക്ക് അന്നത്തെ കാലത്തിലുള്ള പുതിയ സിനിമകൾ ഇറങ്ങുന്നതും, പിന്നെ അന്ന് ഈ ഓൺലൈൻ ബുക്കിങ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അന്നത്തെ ക്യൂ നിന്ന് ടിക്കറ്റ് ആൾക്കാർ എടുക്കുന്നതും, പിന്നെ തിയേറ്ററിൽ വന്നിട്ട് ഒരു ആഘോഷമാക്കണ ഓരോ പടങ്ങളും. പിന്നെ അന്നൊക്കെ ഒരു പടം ഒരു സ്ക്രീനിൽ റിലീസുള്ളൂ. സോ ഭയങ്കര ഈ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഈ തിയേറ്റർ ഓണേഴ്സും പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ എല്ലാവർക്കും ഒരു 1-on-1 ഡയറക്റ്റ് കോൺടാക്റ്റ് ആയിരിക്കും. സോ അന്നത്തെ മൂവീസ് എല്ലാം ഭയങ്കര ഫ്രഷാണ്. ചെറുതാണെങ്കിലും കുറച്ച് ഒരു ഏജ് കോളേജിലെല്ലാം എടുക്കുന്ന ടൈം ആണെങ്കിൽ പോലും ഈ മൾട്ടിപ്പിൾ റിലീസ് സെൻറ്റേഴ്സ് ഇല്ലായിരുന്നു. ഒരു പടം ഒരു തിയേറ്ററിനുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. സോ അന്നത്തെ സിനിമകൾ ഏത് തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത് അതുപോലും ഭയങ്കര ക്ലിയർ ആൻഡ് ഫ്രഷ് ആണ് ആക്ച്വലി. പക്ഷേ ഈ ഫാൻസ് ഷോ ഒക്കെ ഇപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ മൾട്ടിപ്ലെക്സ് രീതിയിലേക്ക് മാറിയപ്പോൾ, ഇപ്പോൾ പണ്ടാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ മെമ്മറി എന്ന് പറയുന്നത് പോക്കരിയൊക്കെ കാണാൻ പോകുമ്പോൾ ഈ പേപ്പർ എടുത്ത് പറത്തുക, അങ്ങനെയാണ്. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. ഇപ്പോൾ പക്ഷേ അത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. കാരണം മൾട്ടിപ്ലെക്സ് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളതും സീറ്റ്സ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ടും ആൾക്കാർ, അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിലല്ല, അല്ലാതെ നോക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടോ? ഞങ്ങളെല്ലാം വളർന്നു വന്നത് ഭയങ്കര സിംഗിൾ സ്ക്രീൻസിൽ സിനിമ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു മാസ് ഫിലിംസ് എല്ലാം വരുമ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ബിഗ്ഗർ സ്ക്രീൻ കപ്പാസിറ്റി തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് അവർ വന്നൊരു 2020 കഴിഞ്ഞിട്ട് ഒരു മൾട്ടിപ്ലെക്സ് ഫോർമാറ്റ് കേരളത്തിൽ വന്നു തുടങ്ങി. സോ ഡെഫിനറ്റ്ലി നോക്കിയാൽ ഭയങ്കര ഫെസിലിറ്റി വൈസ് എല്ലാം ഇപ്പം നോക്കിയാൽ മൾട്ടിപ്ലെക്സസ് ഒക്കെ ഉണ്ട്. ബട്ട് ആ ഒരു ഫീലുണ്ട്. ഒരു മാസ് ഫിലിം വരുമ്പം ഇതേപോലെ അവരുടെ ഫേവറേറ്റ് സ്റ്റാർ വരുമ്പം അവരൊന്നും നോക്കത്തില്ല, അവർ എൻജോയ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇന്നൊക്കെ ചില സമയത്ത് ഒരു മാസ് പടം ഒരു മൾട്ടിപ്ലെക്സോ അല്ലെങ്കിൽ അങ്ങ് സ്ക്രീൻസ് വരുമ്പം ചിലപ്പം കുറച്ചുപേരിങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കണ കാണാം. കാരണം അവർക്കും ഓക്കെ, ഞാൻ ചിരിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കിയാൽ ബാക്കി ഇരിക്കണവർ എന്ത് വിചാരിക്കും എന്നെല്ലാം ആയിരിക്കും. പക്ഷെ അന്നത്തെ ടൈമിലൊന്നും അതൊന്നും ഇല്ലായിരുന്നു. സിനിമ കാണുന്നവരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ടൈമായിരുന്നു. പാരമ്പര്യമായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ് 1950-51 തോന്നുന്നു മെർലാൻഡ് തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഒരു 79 വരെ സിനിമകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ദർ ഇസ് എ ഗ്യാപ്പ്, ഒരു വലിയ ഗ്യാപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിശാഖ് വരുമ്പോഴാണ് അത് വീണ്ടും റെഡിയാണ്. അപ്പോൾ എന്താണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് മെർലാൻഡിന് വരാനുള്ളൊരു? ഗ്രാൻഡ് ഫാദർ പി സുബ്രഹ്മണ്യമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് 1950. 1979 ഹി പാസ്ഡ് അവേ. 1978 ടൈം ആയപ്പം
അപ്പം പുള്ളിക്കാരൻ ആ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർട്ടൻലി ഫിലിം ഇൻഡസ്ട്രി ഇസ് എ സർട്ടൻ റിസ്ക്, അപ്പോൾ ആരും അതിനകത്ത് പോകരുതെന്ന് ഒരു മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഫാദേഴ്സ് അവരുടെ മക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജനിച്ചിട്ടില്ല ആ ടൈം. അപ്പം ഇതേപോലെ എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു എസ് കുമാർ. അപ്പം എസ് കുമാർ അങ്കിളാണ് ഗ്രാൻഡ് ഫാദറുടെ കൂടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ജനറേഷനിൽ ആരും അത് ഏറ്റെടുക്കാൻ പോയിട്ടില്ല. അപ്പം ഞാൻ ഇതേപോലെ ഒരു 2019 ലവ് ആക്ഷൻ ഡ്രാമ വഴി പ്രൊഡക്ഷനിൽ ഇറങ്ങണത്. അപ്പം അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു MGയിലാണല്ലേ പഠിച്ചത്? ഞാൻ മാ ബിസിലൂസിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയറിംഗിലേക്ക് തന്നെ അങ്ങ് പോവുകയായിരുന്നു, ഡയറക്റ്റ്ലി സിനിമയിലേക്ക് അങ്ങ് വരികയായിരുന്നു, ലൈക്ക് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ? ഇല്ല, ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഫാദറുടെ കൂടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ ശ്രീവിശാഖ് തിയേറ്റർ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛനായിരുന്നു, ശ്രീവിശാഖ് ന്യൂ തിയേറ്റർ എല്ലാം. അപ്പോൾ ആ സമയത്ത് ശ്രീവിശാഖ് തിയേറ്ററിൻ്റെ ചുമതല എൻ്റെ ഫാദറും എൻ്റെ അങ്കിൾ എസ്കാത്തിനും കൂടെ എനിക്ക് തന്നിരുന്നു, ഫിലിം ചാർട്ട് ചെയ്യാനൊക്കെ. അപ്പം അന്നാണ് മലയാളം ഫിലിംസിൽ ഒരു മാറ്റം വന്നുകൊണ്ടിരുന്ന ടൈമായിരുന്നു. ഈ ട്രാഫിക് പോലത്തെ പടങ്ങൾ അറൗണ്ട് 2011, ട്രാഫിക്, സോൾട്ട് ആൻഡ് പെപ്പർ, തട്ടത്തിൻ മറയത്ത്, ഡയമണ്ട് നെക്ലസ്, അങ്ങനെ ഓർഡിനറി, അങ്ങനെ 22 FK. അപ്പോൾ ഒരു വലിയൊരു വേവ് മാറിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അന്നാണ് ഞാനും ചാർട്ടിങ്ങിൽ ഇതേപോലെ തിയേറ്റർ മേഖലയിൽ വരണതും. അപ്പോൾ അന്ന് ഇതേപോലെ ഒരു പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഫഹദ്, നിവിനൊക്കെ വന്ന ആ ടൈമിലായിരുന്നു, ദുൽഖറെല്ലാം, വിനീത്, ധ്യാനൊക്കെ. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് സംസാരിക്കാൻ, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് എന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ടൈമായിരുന്നു മൊത്തത്തിൽ. സോ ഐ വാസ് റിയലി എൻജോയിങ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഓക്കെ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓക്കെ ദേഴ്സ് എ തിയേറ്ററാണ്, ഓക്കെ പുതിയ ഒരു മേഖലയിൽ പുതിയ ആൾക്കാർ അവരുടെ ജോണ്ടറിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അന്നത്തെ അത് ഞാൻ നേരത്തെയും പറഞ്ഞു, അന്ന് ഒരു പടം ഒരു തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിനീത് ഒരു പടം ഇറങ്ങുന്ന സമയത്ത് വിളിച്ചു ചോദിക്കും ഫസ്റ്റ് നൂൺ ഷോ എങ്ങനെയുണ്ട്, മാറ്റ്നി എങ്ങനെയുണ്ട്. കാരണം അന്ന് ഒരു തിയേറ്ററിൽ മാത്രമായിരിക്കും ഫോക്കസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതേ പടം തന്നെ 40 സ്ക്രീനിൽ വരും. തട്ടത്തിൻ മറയത്ത് ഇറങ്ങിയ ശ്രീവിശാഖ് തിയേറ്ററിൽ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം എല്ലായിടത്തും കാണും. ഇപ്പൊ ഫസ്റ്റ് വീക്ക് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ക്രീൻസിലും കാണും. ഇപ്പം പണ്ട് ലാലേട്ടന്റെ പടം നോക്കിയാൽ ശ്രീമാൽ മാത്രമായിരിക്കും റിലീസ്. അപ്പം അന്ന് അതുകൊണ്ടൊരു ബോണ്ടിങ്ങും കാര്യങ്ങളും. ഇപ്പം ഞങ്ങൾ വന്നൊരു ടൈമും ആ സമയത്തായിരുന്നു എല്ലാവരും കൂടെ. അതുകൊണ്ട് എനിക്ക് ആ സിനിമയുടെ എന്താണ് ഇത് ഇപ്പം എക്സിബിറ്റർ സൈഡാണെങ്കിലും ഇപ്പോൾ ഫാദറുടെ ഒന്നും ഫുൾ എനിക്ക് പഠിക്കാൻ പറ്റി മൊത്തത്തിൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് അത് നടന്നു. ഇതേപോലെ വിനീതും അല്ലെങ്കിൽ ധ്യാനൊക്കെ ട്രാൻസ് അജു എല്ലാം വരുന്ന സമയത്ത് അവരുടെ നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഹൗ ഫിലിം വർക്ക്സ്, അല്ലെങ്കിൽ എങ്ങനെ എത്രത്തോളം അതെ അകത്തുള്ള. അപ്പോൾ എല്ലാവരും ഞങ്ങളൊരു 5, 6, 7 ഇയേഴ്സ് എപ്പം കാണുമ്പോൾ സിനിമയെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേറ്റർ ഓൺ ആണ് ധ്യാൻ ഇതേപോലെ തിര എല്ലാം കഴിഞ്ഞിട്ട് തിര, അടികപ്പേര, കൂട്ടമണി, കുഞ്ഞിരാമനൊക്കെ ഞങ്ങളുടെ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. എല്ലാം ഭയങ്കര നന്നായിട്ട് പോവുകയും ചെയ്തു. നമ്മുടെ അടികപ്പേര കൂട്ടമണി സമയത്തായിരുന്നു ട്രിവാൻഡ്രത്തിൽ ഷൂട്ട് നടക്കുന്നതും. ആ സമയത്ത് ധ്യാൻ്റെ മനസ്സിൽ ത്രെഡ് വേണതും അജു എടുത്ത് പറയണതും. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ഇതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്ന പടം എന്നെല്ലാം പറയണത് ആ സമയത്ത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ആ സമയത്ത് പറയണം. പിന്നെ ഒരു ദിവസം 5 ഡേ കൊച്ചിയിൽ എന്നെ വിളിച്ചായിരുന്നു. കൊച്ചിയിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ എന്തായാലും ഡയറക്ഷന് എൻ്റെ ജനറേഷനിൽ അച്ഛൻ ഡയറക്ഷൻ കഴിഞ്ഞു, ചേട്ടൻ കഴിഞ്ഞു, ഞാൻ ചെയ്തു. അപ്പം ഞാൻ എന്തായാലും അടുത്തൊരു സ്റ്റെപ്പ് എടുക്കാൻ പോയ ഡയറക്ഷനിൽ. അപ്പം എൻ്റെ അടുത്ത് പറയാണ് പ്രൊഡക്ഷൻ സൈഡ് ഗ്രാൻഡ് ഫാദർ കഴിഞ്ഞിട്ട് 3rd ജനറേഷന് ഞാനും ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ജേർണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ലവ് ആക്ഷൻ ഡ്രാമയിൽ ഫോം ചെയ്യണം. അന്ന് അജു ഓൾറെഡി പ്രൊഡ്യൂസറാണ്. ഓക്കെ, അപ്പം അന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി ലവ് ആക്ഷൻ ഡ്രാമയിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ. അപ്പം അജുവിന് മാത്രം ഒന്ന് ഹാൻഡിൽ, അജു അല്ല ആക്ടറും കൂടിയാണ്, വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് നിവിൻ്റെ കൂടെ. അപ്പോൾ ഈ പ്രൊഡക്ഷനും ഹാൻഡിൽ ചെയ്യണം, ഡിസ്ട്രിബ്യൂഷനും ഹാൻഡിൽ ചെയ്യണം. അപ്പം ഞങ്ങൾക്കറിയാവുന്ന ഒരാളെന്ന് പറയണത് എല്ലാം കൊണ്ടിട്ടും ഞാനായിരുന്നു. അപ്പം വി നോ ഓൾ നോ ഈച്ച് അതർ. അപ്പോൾ എല്ലാവരും ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുകയാണ്. ഇപ്പോൾ അജു പോലും പ്രൊഡക്ഷനിൽ ആദ്യത്തെയാണ്, ധ്യാൻ ഡയറക്ഷന്, ഞാൻ തിയേറ്റർ സൈഡിൽ നിന്ന് പ്രൊഡക്ഷൻ വരെ. അപ്പം നമുക്ക് ഇത് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എന്തുകൂടെ ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെയാണ് ഇത്രയും ഒരു വലിയ പ്രോജക്റ്റ് ആ സമയത്ത് നിവിൻ നയൻതാര എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. അപ്പോൾ ധ്യാനാണ് വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കണത്. അപ്പോൾ എനിക്കൊരിക്കലും പ്രൊഡക്ഷന് വേണ്ടി വെളിയിൽ പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്റ്റാർട്ട്. ഈ വീട്ടിൽ ആദ്യമേ പറഞ്ഞല്ലോ സിനിമ കുറച്ച് റിസ്ക്കിയാണ്, എടുക്കണ്ട, നമുക്കിത് ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ഏരിയയിൽ പോയാൽ മതി. അപ്പോൾ പെട്ടെന്നൊരു ദിവസം പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. വീട്ടിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ അങ്കിൾസ് ആണെങ്കിൽ ഫുൾ ഫാമിലി എതിർപ്പായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ റിസ്കി ഫീൽഡാണ്. ഇവർ കണ്ടിട്ടുണ്ട് ഓരോ പ്രൊഡ്യൂസേഴ്സ് ഏറ്റവും ഹൈയിൽ പോണതും
തിരിച്ച് ലോയിൽ പോണതും. അപ്പോൾ അങ്ങനെ സ്റ്റേബിളായി നിന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവരൊരിക്കലും കുറ്റം പറയില്ല. കാരണം ഇപ്പം ഞാൻ വരുമ്പോഴും മനസ്സിലാവും ഇതൊരു റിസ്കിയസ് ഫീൽഡാണ്. ഇതിനകത്തൊരു ബ്ലെസ്സിങ്ങും അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ലക്ക് ഫാക്ടർ എല്ലാം ഭയങ്കരമായിട്ട് ഒരു ഫാക്ടേഴ്സാണ് സിനിമയിൽ. ചില സമയത്ത് എത്ര നല്ല സ്ക്രിപ്റ്റും എത്ര ഇതായിരിക്കും, റോങ് റിലീസ് മതി മൊത്തം കാൽക്കുലേഷൻ മാറാൻ. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ പ്യുവർ ഒരു ബേസ്ഡ് ഓൺ ബ്ലെസ്സിങ്സ്, ലക്സ് എല്ലാം ഉണ്ട്. കുറേ കാര്യങ്ങൾ ഒരു ഫാക്ടേഴ്സാണ് ഇതിനകത്ത്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു കുറ്റം പറയത്തില്ല, പക്ഷെ ആ ഒരു സമയത്ത് അവർക്കൊരു പേടിയായിരുന്നു. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്. എങ്ങനെയെങ്കിലും ഒന്ന് ഇവനെ കൊണ്ട് മാറ്റി എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനകത്തുനിന്ന് മാറ്റണം എന്നുണ്ടായിരുന്നു. ഈ മൂന്ന് എനിക്ക് തോന്നുന്നു ലവ് ആക്ഷൻ ഡ്രാമ കുറച്ച് ടൈം കൂടുതൽ എടുത്തു. അതെ. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു സാധാരണ മലയാള സിനിമയ്ക്ക് ഒരു മാക്സിമം ഒരു 6 months ഒക്കെ പോകാമെങ്കിൽ കൂടി ഇപ്പോൾ 1 year വരെ പോകാറുണ്ട്. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 2 years എനിക്ക് തോന്നുന്നു ഷെഡ്യൂൾ ക്ലാഷസും എല്ലാം കാരണം ടൈം എടുത്തു. അപ്പോഴും ഈ പ്രശ്നം കുറച്ച് കൂടുതൽ ഭയങ്കര ടെൻഷനായിരുന്നു. അതും കൂടെ വന്നപ്പോഴായിരുന്നു വീട്ടിൽ ഭയങ്കര ടെൻഷൻ കയറി. ബിക്കോസ് വൺ ഓഫ് അന്നത്തെ സൗത്ത് ഇന്ത്യയിലെ 2 സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടാണ് നമ്മളെടുത്തത്. ഒന്ന് നയൻതാര മാം, ഒന്നര മായ എന്നൊരു പടം കഴിഞ്ഞിട്ടിരിക്കുക. അന്ന് ഏറ്റവും പീക്കായിരുന്നു ചെന്നൈയിലെ. ബിക്കോസ് മലയാളം പടം ഒന്നും ചെയ്യില്ല, എല്ലാം തമിഴിലെ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് നയൻതാര പുള്ളിക്കാരി കമ്മിറ്റ് ചെയ്ത പ്രോജക്ട്സ് വന്ന് ബിഗിൽ, ഇതേപോലെ തെലുങ്കിൽ 1-2 പ്രോജക്റ്റ് ഉണ്ട്. ദർബാർ ആണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് 2-3 പ്രോജക്ട്സ് സൈമിൾട്ടേനിയസ് ഒരു 3 പടങ്ങളുണ്ടായിരുന്നു. ആ 3 പടത്തിൻ്റെ ഇടയ്ക്കാണ് നമുക്കൊരു ഡേറ്റ് തന്നെ. ഇപ്പം പുള്ളിക്കാരി പ്രൊഫഷണൽ നമുക്കൊരു ഡേറ്റ് തന്നു 2 months. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിവിൻ്റെ കായംകുളം കൊച്ചുണ്ണിയുടെ ഡിലേ കാരണം ആ ഡേറ്റ് നമുക്ക് മിസ്സായി. അത് ഇല്ലായിരുന്നെങ്കിൽ ഈ 2 ഡേറ്റിൽ പക്ക 2.5 months തീർന്നേനെ. അപ്പോൾ അന്നും നമ്മൾ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ധ്യാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കറക്റ്റ് 2 മാസം ഞാൻ മാറ്റിയിട്ടുണ്ട്, നിങ്ങൾ ഇതിനകത്ത് എടുക്കാൻ നോക്ക്. അത് കഴിഞ്ഞാൽ എനിക്ക് തമിഴും തെലുങ്കും എല്ലാം മാറി വരും. പിന്നെ 10 days ഷെഡ്യൂൾ ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുകയാണെന്ന് ഓൾറെഡി അവിടെ ഭാഗത്തിരുന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കായംകുളം കൊച്ചുണ്ണിയുടെ ഇതേപോലത്തെ ഷൂട്ട് ഡിലേ കാരണം നമ്മുടെ ഡേറ്റ്സ് ബ്ലോക്കായി. അങ്ങനെയാണ് ഈ 2 year പിന്നെ നിവിനും നയൻതാര അവരുടെ 2 പേരുടെയും ഡേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കൊരു ഇതായിരുന്നു ഈ പടം എങ്ങനെയല്ല. കാരണം എവിടെ പോയാലും ലവ് ആക്ഷൻ ഡ്രാമ എന്ന റിലീസിന് കാണാൻ അത്രയ്ക്കൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു വെളിയിൽ. വല്ലാത്തൊരു കോമ്പിനേഷനും ഉണ്ടല്ലോ. നിവിൻ നയൻതാര ഒരു കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ അജു നിവിൻ ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ധ്യാൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ, ഞങ്ങളെല്ലാം വരുന്ന പ്രൊഡക്ഷൻ. അപ്പോൾ എല്ലാം കൊണ്ടിട്ട് ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ആ പടത്തിൽ. അപ്പോൾ നമ്മൾ ഓർത്ത് ഓക്കെ എന്നാണെങ്കിലും നമുക്ക് വൃത്തിക്ക് റിലീസ് ചെയ്യാമെന്നൊരു മെൻറ്റാലിറ്റി ആയിരുന്നു അന്ന് വെച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിനീതുണ്ട്, ധ്യാനുണ്ട്, അജു ഉണ്ട്, നിങ്ങൾ 3 പേരും കൂടെയാണ് ലൈക്ക് മിക്കവാറും ഉള്ള പ്രോജക്ട്സ് എല്ലാം തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഈ തിയേറ്റർ തടത്തിനും മറയത്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു റിലീസും ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ അത് ഓവർ ദി ഇയേഴ്സ് അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ട് പേഴ്സണലി, നോട്ട് ഫ്രം എ പ്രൊഡ്യൂസേഴ്സ് പെർസ്പെക്റ്റീവ്? ഓവർ ദി ഇയേഴ്സ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടേ ഉള്ളൂ. ഇപ്പം നമ്മൾ സിനിമ ചെയ്യാത്ത സമയത്ത് പോലും വി ടോക്ക് ലൈക്ക് once in 2 days അല്ലെങ്കിൽ 3 days നമ്മൾ വിളിച്ചിട്ട് സിനിമ ഇപ്പം എന്താ ചെയ്യണത്, അല്ലെങ്കിൽ വീട്ടിലെന്താ വിശേഷമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇപ്പം ഇന്നലെ പോലും ധ്യാനും വിനീത് അജുവായിട്ടായിട്ട് നമ്മൾ സംശയം. ഇപ്പം ഞാൻ കൊച്ചിയിൽ പോലും അജുവായിട്ടൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇപ്പം പ്രണവാണെങ്കിലും സുഹിത്തരച്ച് ഇതൊക്കെ നമ്മളൊരു സിനിമയുടെ ബേസ്ഡ് അല്ല, ഞങ്ങൾക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ട് ഫിലിമും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ കംഫർട്ട് സോണായി. സോ ഇപ്പം ഞങ്ങളുടെ വൈഫ്സ് നോക്കി അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണ്. അവർ ട്രിപ്പിന് പോകാറുണ്ട്. അപ്പോൾ വി ഓൾ മെയിൻറ്റെയിൻ എ ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് അതർ ദാൻ ഫിലിംസ് ഓൾസോ. ഈ ഫാന്റാസ്റ്റിക് ഫിലിംസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ 3 പേരും കൂടെ തുടങ്ങി വെച്ചതാണ് ബാനർ എന്ന് പറയുന്നത്. അതായത് അജു, ധ്യാൻ, വിശാഖ്. അപ്പം ഇതിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നു പ്രകാശം പരക്കട്ടെ വന്നു, സാജൻ ബേക്കറി വന്നു, എനിക്ക് തോന്നുന്നു ഗൗരവിൻ്റെ രഥം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 9mm പൗഡറും അനൗൺസ് ചെയ്തിരുന്നു. അതെ. ഇനി ഫാന്റാസ്റ്റിക് എന്ന് പറയുന്ന ബാനറിൽ നിന്ന് സിനിമകൾ വരാൻ ചാൻസ് ഉണ്ടോ? കാരണം പ്രത്യേകിച്ചും ഇപ്പോൾ ധ്യാൻ ഇപ്പോൾ പുതുതായിട്ട് അനൗൺസ് ചെയ്തത് സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്ഷൻ കമ്പനി അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഫാന്റാസ്റ്റിക് എന്ന് പറയുന്ന ബാനറിൽ നിന്ന് പുതിയ സിനിമകൾ വരാൻ ചാൻസ്? ഇപ്പം ആസ് ഇറ്റ് ഈസ് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ബാനർ അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഫിലിപ്സ് എന്ന് പറഞ്ഞ പടം 2 years ബിഫോർ നമ്മൾ ഡിസ്ട്രിബ്യൂഷനും ചെയ്തു. അപ്പോൾ ആദ്യമേ നമ്മൾ ഫാന്റാസ്റ്റിക് തുടങ്ങിയ സമയത്ത് നമ്മൾ ആദ്യമേ 3 പേരും പറഞ്ഞിരുന്നു ഇത് നമുക്കൊരു ലോങ് ടേം പോലത്തെ അല്ല. നമ്മൾ ആക്ച്വലി ലവ് ആക്ഷൻ ഡ്രാമ കഴിയുമ്പം പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മുടെ ഹെൽപ്പ് വേണ്ട സമയത്ത് മാത്രം നമ്മളൊരു കോ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനോ വേണ്ടി മാത്രം ചെയ്യാവുന്നൊരു തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ ഫാന്റാസ്റ്റിക് തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ അന്നേ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു ഇതേപോലെ ഇപ്പം ബാനേഴ്സ് മാത്രമേ മാറണമെന്നുള്ളൂ. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം നോക്കിയാൽ ഞങ്ങളുടെ എല്ലാം റിയൂണിയൻ പടമായിരുന്നു. അല്ല ധ്യാനുണ്ട്, അജു ഉണ്ട്, വിനീതുണ്ട്, പ്രണവുണ്ട്, കല്യാണിയുണ്ട്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. ഈവൻ ഗസ്റ്റ് റോൾ നിവിൻ പോലും വന്നിട്ടുണ്ട്, ആസിഫ് ഉണ്ട്. ഇപ്പം എല്ലാ ഫ്രണ്ട്സിൻ്റെ റിയൂണിയൻ ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം.
ഇപ്പം ധ്യാന് ഇപ്പം ആസ് ഇറ്റ് ഈസ് നമ്മൾ ഫാന്റാസ്റ്റിക് ഫിലിംസിൻ്റെ ബാനറിൽ ഒരു പടം നമ്മൾ ആലോചിക്കുന്നില്ല, പക്ഷെ ഞങ്ങളുടെ അസോസിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ അനൗൺസ് ചെയ്തതിൻ്റെയൊക്കെ സ്റ്റേറ്റസ് എന്താണ്? നയനമ്മും പൗഡറും ഒക്കെ അനൗൺസ് ചെയ്തതാണല്ലോ. എനിക്കറിയില്ല, ധ്യാനിപ്പോൾ അടുത്തത് അതിൻ്റെ നമ്മൾ അന്ന് ചെയ്തതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ധ്യാൻ ആലോചിക്കേണ്ട വേറെ സ്ക്രിപ്റ്റ്സ് ആണ് ആക്ച്വലി. 2-3 സ്ക്രിപ്റ്റ് ആക്ച്വലി ഉണ്ട്. ഇപ്പം 9mm തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ആ സബ്ജക്റ്റ് വൈസ് ഒരു പടം എന്തായാലും ധ്യാൻ അനൗൺസ്മെൻറ്റ് കാണും. ചിലപ്പോൾ അതിൻ്റെ റീവർക്കിങ്ങും ആയിരിക്കും. റീവർക്കിംഗ് കാരണം ധ്യാൻ സൈമിൾട്ടേനിയസ്ലി 3-4 സബ്ജക്ട്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഹൃദയം ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു വിശാഖാണോന്ന് അറിയില്ല, ഒരു ഫോട്ടോ ഇട്ടിരുന്നു കരൺ ജോഹറുമായിട്ടൊക്കെയുള്ള. ഐ തിങ്ക് ഐ ഗസ് അതിൻ്റെ റൈറ്റ്സ് എനിക്ക് തോന്നുന്നു ധർമ്മ പ്രൊഡക്ഷൻസ് മേടിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ല. ഐ മീൻ ധർമ്മ പ്രൊഡക്ഷൻസ് അത് ഏറ്റെടുക്കുന്നതിനെ പറ്റിയോ വേറെ ഒന്നും. അത് ആദ്യമൊക്കെ കുറച്ച് കാസ്റ്റിംഗ് ഒക്കെ സൈഫ് അലി ഖാൻ്റെ മകനോ ആരൊക്കെയോ ഇങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ പറഞ്ഞല്ല, അത് പിന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും അങ്ങനെ വന്നില്ല. അതിപ്പോൾ കംപ്ലീറ്റ്ലി അവരങ്ങ് അത് മേടിച്ചിട്ടുണ്ടോ ആക്ച്വലി റൈറ്റ്സ്? ഞങ്ങളുടെ റൈറ്റ്സ് ഫുൾ മേടിച്ചു. അപ്പം ഞങ്ങളുടെ ഇത് കഴിഞ്ഞു ആക്ച്വലി. കാരണം അന്ന് ഹൃദയം കഴിഞ്ഞിട്ട് കരൺ ജോഹർ തന്നെയാണ് ഡയറക്റ്റ്ലി വിളിച്ചത്. എനിക്ക് അപ്പോയിൻമെൻറ്റ് പ്ലീസ് കം ടു മുംബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ കരൺ ജോഹറിനെയും പുള്ളിയുടെ പാർട്ണറുണ്ട് അപൂർവ മേത്ത, ഇവരുടെ കൂടെ ഇരുന്നാണ് ആക്ച്വലി ഒരു ഹാഫ് ആൻ അവർ സിനിമയെക്കുറിച്ച് എല്ലാം സംസാരിക്കുകയും വിത്തിൻ ഐ തിങ്ക് ഒരു 10 minutes നമ്മുടെ എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്ത് ഫുൾ പേയ്മെൻറ്റ് പോലും അവരുടെ ഫുൾ ക്ലോസ്. അപ്പം അവർക്കത് ചെയ്യണം എന്നുള്ള രീതി തന്നെ അന്ന് പറഞ്ഞത്. പിന്നെ എന്ത് പറ്റിയെന്ന് നമുക്ക് അറിയത്തില്ല. സിനിമ നമുക്ക് ഒരിക്കൽ ഒരു റൈറ്റ്സ് കൊടുത്താൽ പിന്നെ അവരുടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ നമുക്ക് അതിനകത്ത്. തോന്നുന്നു പ്രധാനമായിട്ടും കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പടങ്ങൾ സബ് ടൈറ്റിൽ വിട്ട് ആൾക്കാർ വാച്ച് ചെയ്ത് തുടങ്ങിയോണ്ടും ആവാം അങ്ങനൊരു ഓപ്ഷൻ വേണമോ എന്നവർക്ക് തോന്നി. ഒരു റീമേക്ക് ഓപ്ഷൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അതിനെക്കാട്ടിലും അന്ന് വിനീത് ഇത് എങ്ങനെ ഡയറക്റ്റ് ചെയ്ത് ഇത്രയും ദിവസത്തിൽ എങ്ങനെ തീർത്തത് ഇത്രയും. കാരണം അന്ന് പടം കണ്ട് ഭയങ്കര വൗ ഫാക്ടറായിരുന്നു കരൺ ജോഹർ പറഞ്ഞു തന്ന. ബിക്കോസ് ഹി വാസ് റിയലി ഇംപ്രസ്ഡ് വിത്ത് ദ വേ ആ ഫിലിം മൊത്തം ടോട്ടാലിറ്റിയിൽ വന്നില്ല, മ്യൂസിക് എല്ലാം കൂടെ. പിന്നെ ചോദിച്ചു ഇത് എങ്ങനെ ഇത്രയും ദിവസത്തിൽ തീർത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ഒരു ഇതിനകത്ത് നിങ്ങൾ കോവിഡ് റെസ്ട്രിക്ഷൻ ടൈമിൽ പോലും ഷൂട്ട് തീർത്തത്. സോ അവർക്ക് അതെങ്ങനെയാണ് ഷൂട്ടിംഗ് തീർത്തതെന്നൊരു മാജിക്കൽ ഒരു ഇതായിരുന്നു. അപ്പോൾ അത് വിനീതായിട്ട് അങ്ങനെ ഫോണിൽ വിളിച്ച് ഈ ധർമ്മയിൽ തന്നെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം അന്ന് ഷാരോൺ ആണെന്ന് തോന്നുന്നു. ഷാരോൺ വിളിച്ച് വിനീത് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളായിട്ട് അങ്ങോട്ട് ചോദിച്ചത് ബിക്കോസ് അവരുടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അവർക്ക് ചിലപ്പം ഒരു 5 years അല്ലെങ്കിൽ ചിലപ്പോൾ 8 years ചിലപ്പോൾ ചില എലമെൻറ്റ്സ് വെച്ചിട്ട് ചിലപ്പോൾ വേറൊരു പ്രോജക്റ്റ് എടുക്കുമായിരിക്കും സബ്ജക്റ്റ് വൈസ്. അപ്പോൾ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളും അന്ന് റൈറ്റ്സ് കൊടുത്തു, പിന്നെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടിരിക്കുക. മേ ബി എനിക്ക് തോന്നുന്നു ഹൃദയം കുറച്ചും കൂടെ റൂട്ടഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരാൾ ചെന്നൈ പോയിട്ട് പഠിക്കുന്നതൊക്കെയാണ്. അപ്പൊ അതിന്റെ കുറെ കൾച്ചറിൽ അപ്പൊ ഇതിനി അവർ അങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു എടുക്കണം. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നു അയ്യപ്പനും കോശിയും ഇതേപോലെ തന്നെ അവർ റൈറ്റ്സ് മേടിച്ചിട്ട് കുറെ വർഷമായി, ഇതുവരെയായിട്ടും ഒന്നും ആയിട്ടില്ല. അപ്പൊ എനിക്ക് റൈറ്റ്സ് മേടിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ബോണി കപൂറായിട്ട് ഞാൻ ഇതേപോലെ പുള്ളിക്കാരനും ഇതേപോലെ നമ്മുടെ റൈറ്റ്സ് മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഹൃദയത്തിന്. അപ്പം കുറേ പടങ്ങൾ സൗത്തിൻ്റെ പുള്ളിയുടെ റൈറ്റ്സ് ഇരിക്കുക. അപ്പം BV No. 1 ഒരു പടം, പിന്നെ എനിക്കൊന്ന് പാണ്, ഇങ്ങനെ കുറേ പടങ്ങളുടെ റൈറ്റ്സ് നേരത്തെ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു പുള്ളി എടുത്തിട്ടുള്ള 100 ഉണ്ടെങ്കിൽ 90% അതെ സൗത്ത് ഇന്ത്യൻ. ഗില്ലിയുടെ ഒക്കെ റീമേക്ക് പുള്ളിയാണ്, പക്ഷെ അതൊക്കെ ചെയ്തത് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അതിൽ വളരെ ചുരുക്കം പടങ്ങളേ ഉള്ളൂ സ്ട്രെയിറ്റ് ആയിട്ട് വിത്തിൻ 4-5 years ചെയ്ത. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ എപ്പോഴാണ് അവരുടെ ടൈം, ചിലപ്പോൾ ഈ റൈറ്റ്സിൻ്റെ വില പിന്നെ കൂടുമായിരിക്കുമല്ലോ. ആ സമയത്ത് എടുത്താൽ ചിലപ്പം ഒരു ബെസ്റ്റായിട്ട് വെച്ചിട്ട് പിന്നെ ഇപ്പോഴത്തെ റൈറ്റ്സിൻ്റെ ഒക്കെ വാല്യൂ ഭയങ്കര കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരു അഡ്വാൻറ്റേജ് ആയിട്ടായിരിക്കും അവർക്ക് ഇരിക്കുന്നത്. അവർക്ക് എന്ന് വേണമെങ്കിലും ഒരു ഹിന്ദി പടത്തിലാക്കാൻ പറ്റുമെന്ന് അവർക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും അവരിപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഈ ഹൃദയത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഹേഷാമാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ലവ് ആക്ഷൻ ഡ്രാമയൊക്കെ വിശാൽ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഷാൻ റഹ്മാനാണ്, പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഹേഷാമിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹേഷാം എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് മ്യൂസിക് ചെയ്യുന്നുണ്ട്, റോസ് ബോളിലും മറ്റൊക്കെ ചെയ്യുന്ന സമയം കൂടെ. ഹേഷാമിനെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് പറയുമ്പോൾ വിശാഖന് അല്ല, നമുക്ക് ഓൾറെഡി ഷാനൊക്കെയായിട്ട് ഓക്കെ ആണല്ലോ, അത് മതി എന്നൊരു തോന്നലുണ്ടോ, അതോ ആദ്യമേ തന്നെ ദാറ്റ് ഇസ് ഫൈൻ കുഴപ്പമില്ല പോവാന്നുള്ളതായിരുന്നു? ഞാൻ ആക്ച്വലി ഹിഷാമിനെ കുറിച്ച് ആദ്യം അത്രയ്ക്ക് ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ആ സമയത്ത് അറിയാം. ഇപ്പം വിനീതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഹിഷാം ഇങ്ങനെ ഉണ്ട്, അപ്പം എനിക്കൊരു ഈ പടത്തിൽ ഹിഷാമിനൊരു ബ്രേക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഷാനും വിനീതും അത്രയ്ക്ക് തിക്ക് ഫ്രണ്ട്സാണ് മൊത്തത്തിൽ. അപ്പോൾ വിനീത് നോക്കിയത് 2 പെർസ്പെക്റ്റീവ്. കാരണം ഷാനിക്ക് അന്ന് കുറേ പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന് ലവ് ആക്ഷൻ ഡ്രാമയുടെ നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഹൃദയം പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അന്ന്
ഞങ്ങൾ തന്നെ ചെയ്ത പടങ്ങൾ ലവ് ആക്ഷൻ ഡ്രാമ ഹെലൻ, പിന്നെ വിനീത് ക്രിയേറ്റീവ് ഡയറക്ടറായ മാത്തുക്കുട്ടിയുടെ പടം ഉണ്ടായിരുന്നു കുഞ്ഞൽദു. അപ്പം 3 പടങ്ങൾ ഷാനിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം ഇതിൻ്റെ പ്രീ വർക്കും നടക്കുന്നുണ്ട്. അപ്പം തൊട്ട് വിനീതിന് ഈ പടത്തിൽ മ്യൂസിക്കൽ ആയതുകൊണ്ട് എനിക്ക് കൂടെ ഇരിക്കുന്ന ഒരു ഡയറക്ടർ ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ വേണമെന്ന് പറഞ്ഞിട്ട് വിനീത് തീരുമാനം എടുത്തു. അപ്പം ഷാനിക്കയാണെങ്കിൽ ഇത്രയും തിരക്കുള്ള ടൈമും ഒരിക്കലും ഈ പടങ്ങൾ തിയേറ്റർ റിലീസിന് വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ആ സമയത്ത് മിന്നൽ മുരളിയുടെ അങ്ങനെ കുറേ പടങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുക. ആ സമയത്താണ് വിനീത് ഷാനിക്ക് പറഞ്ഞത്, ഇല്ല നമുക്ക് ഈ ഒരു പടം മാത്രം നമുക്ക് മാറ്റി നിൽക്കാൻ, കാരണം എനിക്ക് ഈ പടത്തിൽ ഫുള്ള് ഒരു ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ കൂടെ നിൽക്കണം. മ്യൂസിക്കൽ സബ്ജക്റ്റ് ആണല്ലോ. അപ്പം അത്രയും നേരം സിനിമ ഷൂട്ടിന് മുമ്പേ ഇരിക്കണം, പിന്നെ സിനിമയുടെ ടൈമും ഷൂട്ട് കഴിഞ്ഞിട്ടും ഇരിക്കണം. അപ്പം ഇപ്പം ആലോചിക്കുമ്പോൾ നല്ല തീരുമാനം എന്ന് വെച്ചാൽ അത് 2 years പ്രോസസ്സാണ്. കോവിഡ് വന്നു, ആ സമയത്ത് ഇതേപോലെ ഇഷാം വേറെ പ്രോജക്ട്സ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി നമ്മുടെ ഹൃദയത്തിൽ. ഇഷാം ഓരോ ദിവസവും ഇങ്ങനെ ബെറ്ററാക്കി ആണ് ആ പ്രോസസ്സ് എനിക്കറിയാം. ആദ്യം തുടങ്ങിയപ്പോൾ ഹൃദയം 8 songs ഉണ്ടായിരുന്നു. കോവിഡ് സമയത്തായിരുന്നു 8 to 9 ഓൾമോസ്റ്റ് 14-15 songs വരെ എത്തിയത്. സോ ഡെഫിനറ്റ്ലി അത് വിനീതിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അത് കറക്റ്റായിട്ട് വർക്ക് ആവുകയും ചെയ്തു. ലവ് ആക്ഷൻ ഡ്രാമയിൽ ഇപ്പോൾ ഷാനിക്കയുടെ തീരുമാനം ധ്യാൻ്റെ ആ സമയത്ത് ഷാനിക്ക ഫുൾ പീക്ക് ടൈം. ഷാനിക്ക എന്ത് തൊട്ടാലും ഹിറ്റ് ആവുന്ന ടൈമും ഇഷാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് 2 പ്രോജക്ട്സിനും മ്യൂസിക്കലി ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. നമുക്ക് 2 വർക്ക് ആവുകയും ചെയ്തു. ഇപ്പം നോക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൗഡ് ആയിരിക്കും അല്ലേ? ഹിഷാം ഓൾറെഡി തെലുങ്ക് പോയി, എനിക്ക് തോന്നുന്നു ഹിന്ദി ഉണ്ടെന്ന് തോന്നുന്നു. അതെ കംപ്ലീറ്റ്ലി ഡെഫിനറ്റ്ലി ലൈക്ക് ഇഷാമിൻ്റെ ഫോട്ടോസും പിന്നെ ഹി സ്റ്റിൽ കീപ്സ് ഇൻ ടച്ച് വിത്ത് അസ്. ഇപ്പോഴും എന്നെയും വിനീതിനെയും കാണുമ്പോൾ പറയും, ചേട്ടാ നമുക്ക് റീയൂണിയൻ പടം വേണം, ചേട്ടാ എപ്പോൾ പറഞ്ഞാലും നമുക്ക് ഓക്കെയാണ്. അപ്പം ആ ഒരു ഇഷ്ടം ഇഷാമിന് ഇപ്പോഴും ഉണ്ട്. ഇഷാമിന് ഇപ്പം നമ്മൾ വിളിച്ചാൽ പോലും എനി ടൈം നമ്മുടെ റീയൂണിയൻ ഫിലിം ഓക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ നോക്കണേ ഇത്രയും ഒരു ഹിസ്റ്ററി അവിടെ ബാക്കിലിരിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു സബ്ജക്റ്റും ആയിരിക്കണം ഇഷാമായിട്ട് മ്യൂസിക്കലിയും. പിന്നെ അത്രയ്ക്കൊരു സബ്ജക്റ്റ് വന്നാലേ നമുക്കത് കൈവയ്ക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി പ്രൊഡ്യൂസേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഇപ്പം ഇതൊരു ഡിസ്കഷൻ ആവാറുണ്ടോ? അതായത് പണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോൾഡ് ഉണ്ടായിരുന്നു, ഇപ്പം നമുക്കത് ഇല്ല എന്ന് പറയുന്നത് വേറെ പ്രൊഡ്യൂസേഴ്സായിട്ട് സംസാരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിശാഖ് പറഞ്ഞു വെച്ചിട്ട് വിശാഖിന് ഇതാണ് കംഫർട്ടബിൾ, ബിക്കോസ് ഫ്രണ്ട്സ് അതിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് വേറെ പാരമ്പര്യമായിട്ട് പ്രൊഡക്ഷൻ ഫണ്ട് പോലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഈ ഒരു ട്രാൻസിഷൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഗ്രാൻഡ് ഫാദറുള്ള ടൈമിലെല്ലാം പ്രൊഡ്യൂസറാണ് അത് അൾട്ടിമേറ്റ് ഫുള്ളായിട്ട്, ബാക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. അതായിരുന്നു എനിക്ക് 1950s. ഇപ്പം ചാക്കോച്ചൻ്റെ ഉദയാണെങ്കിലും മെർലാൻഡ് ആണെങ്കിലും നവോദയ ആണെങ്കിലും ആ ഒരു ടൈം ഫ്രെയിമിൽ ഇതായിരുന്നു മൊത്തത്തിൽ. പിന്നെ നോക്കിയൊരു കാലഘട്ടം 80s 90s ഒക്കെ പ്രിയൻ അങ്കിൾ, സുരേഷ് കുമാർ അങ്കിൾ അല്ലെങ്കിൽ ലാൽ ചേട്ടൻ, ഇവരുടെയൊക്കെ ഗ്രൂപ്പിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസാണ് അന്ന് ഒരു സിനിമ ഒരു സമയത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഈ 90s ഒക്കെ ഒരു കാലഘട്ടം വന്നപ്പോൾ ബാനേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പോൾ സ്വർഗചിത്ര റിലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാനർ, സെഞ്ച്വറി, സെൻട്രൽ പിക്ചേഴ്സ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ലാൽ ക്രിയേഷൻസ് ഒരു 2000 എല്ലാം ടൈമിൽ അവർ വന്നായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ എന്ന് പറയുന്നത് ഒരു ബാനർ ബേസ്ഡ് ഓഡിയൻസ് തിയേറ്ററിൽ പോകുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വർഗചിത്രം നോക്കി ഇൻ ഹരിഹർ നഗർ അല്ലെങ്കിൽ കുറേ അങ്ങനത്തെ ഗോഡ് ഫാദർ, അതേ സമയത്ത് അവർ മണിച്ചിത്രത്താഴം ചെയ്തിട്ടുണ്ട്, അങ്ങനെ സൂപ്പർ സ്റ്റാർ ഫിലിംസും ചെയ്തിട്ടുണ്ട്. മെയിൻലി ഇതേപോലെ യങ്സ്റ്റേഴ്സിൻ്റെ ഫിലിംസ് എല്ലാം അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഫാസിൽ അങ്കിളാണെങ്കിലും പ്രിയൻ അങ്കിളാണെങ്കിലും സിദ്ദിഖ് ലാൽ, അവരുടെയൊക്കെ ഫിലിംസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അവരുടെ പേര് പ്ലസ് ബാനർ പ്ലസ് ആർട്ടിസ്റ്റിന് ഒരു കോമ്പിനേഷൻ, ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഒരു 90s ടൈമൊക്കെയാണ്. ഡയറക്ടർ, ബാനർ ആൻഡ് ആക്ടർ വരുമ്പം അതൊരു മാജിക് സംഭവിക്കും. ഇപ്പം ഷാജി കൈലാസ് മോഹൻലാൽ ഫിലിം എന്ന് പറയുമ്പം അന്ന് ലാൽ ചേട്ടനല്ല, ഡയറക്ടർ പ്ലസ് ആക്ടർ എന്ന് പറയുമ്പോൾ ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട്. ഇപ്പം ചില ആക്ടേഴ്സ്, ഇപ്പം നിവിൻ വിനീത് അല്ലെങ്കിൽ നിവിൻ അൽഫോൺസ് ഒരു പ്രോജക്റ്റിനാണ് കുറേ, ഇപ്പം നിവിൻ ധ്യാൻ, ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ ആൾക്കാർ ഒരു വെയിറ്റിംഗ് ഉണ്ടല്ലോ. ബിക്കോസ് അവരുടെ ഒരു മുമ്പത്തെ ഒരു ഫിലിം ഭയങ്കര ഹിറ്റായതുകൊണ്ട് ആൾക്കാരിപ്പം നമ്മൾ ഏത് പ്രോജക്റ്റ് അനൗൺസ് ചെയ്താലും വിനീത് നിവിൻ പ്രോജക്റ്റ് എന്നാ വരണേ അല്ലെങ്കിൽ അൽഫോൺസ് നിവിൻ എന്നാ വരണേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇതിപ്പോഴും ഉണ്ട് ആക്ച്വലി. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനിക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് പ്രോസസ്സാണ്? അതായത് ആദ്യമേ ഞാൻ ഇതിൻ്റെ ഒരു കഥയുമായിട്ട് വന്ന് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറാണ്,
വിശാഖിനെ കണ്ട് ഇതാണ് സാധനം എന്ന് പറയുന്നതാണോ, അതോ വൺസ് ഞാൻ കംപ്ലീറ്റ്ലി ഫിലിം തീർത്തതിന് ശേഷം ഒരു പ്രിവ്യൂ ഇട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എല്ലാവരും വിളിച്ച് കാണിച്ചിട്ട് അപ്പോൾ ഉറപ്പിക്കുന്നതാണ്? വിച്ച് ഇസ് ദ കറക്റ്റ് വൺ? സി ഇഫ് യു ആർ പ്രൊഡ്യൂസിങ് ഒരു സ്റ്റാർ കാസ്റ്റ് ഫിലിം, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ ആസ് എ നെയിം ഓൺ ഇറ്റ്, ഇവരിതൊന്നും നോക്കത്തില്ല. പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ടർ, എനി പ്രൊഡ്യൂസർ ഹു ഇസ് എ ഡിസ്ട്രിബ്യൂട്ടർ വിൽ ടേക്ക് ദ ഫിലിം. ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലായിരിക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ കിട്ടാൻ ഭയങ്കര പാട്. കാരണം മാർക്കറ്റ് വാല്യൂ, തിയേറ്ററിന് ആളെത്തിക്കാൻ, പിന്നെ ഈ പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു കോസ്റ്റ് ഉണ്ട്. അതിപ്പം ഡിസ്ട്രിബ്യൂട്ടറാണ് ബെയർ ചെയ്യണമെങ്കിൽ അതിന് പിന്നെ തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി VPF ഡിജിറ്റൽ ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സർട്ടൺ എമൗണ്ട് വരും. അപ്പോൾ ഒരു സ്റ്റാർ കാസ്റ്റും ഇല്ലാത്തൊരു പടത്തിൽ അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇത് എടുക്കത്തുള്ളൂ. കാരണം അത്രയും പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ബേസിക്കലി ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. കഴിഞ്ഞൊരു 7-8 കൊല്ലം നോക്കിയാൽ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഈ ആർട്ടിസ്റ്റ് ഇല്ലാത്ത ഫിലിംസോ അല്ലെങ്കിൽ പുതിയ ന്യൂ കമേഴ്സോ വരുമ്പോഴായിരിക്കും ആൾക്കാർക്കൊന്ന് മടിച്ച് നിൽക്കണത്. അതിനകത്തായിരിക്കും ഇതേപോലെ പ്രിവ്യൂ ഷോ എല്ലാം കണ്ടിട്ട് എന്നാലും അവർക്കൊരു സംശയം കാണും, ഈ പ്രിവ്യൂ ഷോയിൽ കണ്ണം ഇട്ടാലും ഇത് തിരിച്ച് പിടിക്കാൻ പറ്റുമോ, അറ്റ്ലീസ്റ്റ് നമ്മൾ മുടക്കണ പൈസ തിരിച്ച് പിടിക്കാൻ പറ്റുമോ എന്നെല്ലാം നോക്കിയിട്ടായിരിക്കും ആ കാൽക്കുലേഷൻ വരുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ഒരു പ്രീവിയസ് സിറ്റ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ ഒരു ആക്ടറോ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ അത്രയ്ക്ക് പ്രോബ്ലം വരത്തില്ല. 7 ആർട്സ്, സ്വർഗചിത്ര, ഇവരൊക്കെ ആ സമയത്ത് ഒരു പീക്ക് ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെ സൂപ്പർ സ്റ്റാർ ഫിലിംസും എടുക്കും, കോണ്ടന്റ് ഓറിയന്റഡ് ഫിലിംസും എടുക്കും. ഒരു സിനിമയുടെ ലാഭം പണ്ട് കാലത്ത് നോക്കുമ്പോൾ തിയേറ്ററിൽ നിന്ന് എത്ര കാശ് കിട്ടുന്നു, ഔട്ട് റൈറ്റ് ഒക്കെ ഉണ്ട്, എവിടെയെങ്കിലും തിയേറ്ററിൽ നിന്ന് എത്ര കാശ് കിട്ടുന്നു, ദാറ്റ് ഈസ് ദ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. ഇപ്പോൾ ഇന്ന് നമുക്ക് സാറ്റലൈറ്റ്, OTT റൈറ്റ്സ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ സേഫ് ആകാനുള്ള ഓപ്ഷൻസുകളുണ്ട്, അത്യാവശ്യം ബെയർ എനഫ് നല്ല സ്റ്റാർ കാസ്റ്റ് ആണെങ്കിൽ. ബട്ട് അതല്ല, നമ്മളിത് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഇത് തിയേറ്ററിൽ വിചാരിക്കുന്നത്ര അങ്ങ് ഓടുന്നില്ല. ബട്ട് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ആംഗിൾ കുറച്ച് സേഫാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്വാളിറ്റി ചെക്ക് വലിയൊരു പ്രശ്നം വരില്ല. അതായത് ഞാൻ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, ബട്ട് പടത്തിനൊരു ഒരു സ്റ്റെൽത്ത് പീരീഡ് ഇല്ല. ഒരു 6 മന്ത്സിനുള്ളിൽ ആ പടം നടന്നോ ഇല്ലയോ എന്നുള്ളതും പ്രേക്ഷകരും മറന്നു, എല്ലാവരും മറന്നു. ഇതൊരു ക്വാളിറ്റി ചെക്കിൻ്റെ ഒരു പ്രശ്നം വരില്ല ഈ റൈറ്റ്സിൻ്റെ എമൗണ്ട് കൂടുതൽ മേടിക്കുന്ന സമയത്ത്. ഇതൊക്കെ ഒരു കോവിഡ് ടൈമിൽ അറൗണ്ട് 2020 തൊട്ട് ലാസ്റ്റ് 1.5 years വരെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമ്മളൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് OTT വിൽ ഗ്രാബ് ദ പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഭയങ്കര ഒരു പടത്തിൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിൽ സ്റ്റാർ കാസ്റ്റ്, ഡയറക്ടർ വാല്യൂ, ബാനർ വാല്യൂ, ഓക്കെ, പ്രീവിയസ് ഹിറ്റ്സ് നോക്കും. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എടുക്കുമായിരുന്നു. ഇപ്പം ലാസ്റ്റ് 1.5 years എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ആയിട്ട് പോവുക. മലയാളം ഫിലിംസ് OTT പ്ലാറ്റ്ഫോംസ് എടുക്കണില്ല. അവരെ തിയേറ്ററിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് എത്രയാണോ നമ്പേഴ്സ് വേണം അതനുസരിച്ചിട്ടാണ് OTTയിലും വാല്യൂ പോകണം. ഇപ്പം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് പോലെ റിസ്കി ആയിട്ട് വന്നിരിക്കുക. അന്നത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു X നമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പം 10x നമ്പേഴ്സ് പോയിരിക്കുക. സോ ഇന്നത്തെ റിസ്ക് ഫാക്ടർ ഭയങ്കരമായിട്ട് വന്നിരിക്കുക. കാരണം അന്ന് അറ്റ്ലീസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഒരു 2000 to 2018 സാറ്റലൈറ്റ് എടുക്കുമായിരുന്നു ഒരു പെർട്ടിക്കുലർ വാല്യൂന്ന്. അന്ന് OTT വന്നിട്ടില്ല. ഫ്രം 2018-19 ആണ് OTTയുടെ ഒരു ബൂം വന്നത്. പക്ഷെ ഒരു 1.5 years 2 years ബാക്ക് ആയപ്പം അതിൻ്റെ ഒരു വാല്യുവേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈസിങ്ങിൻ്റെ മേളിൽ ഇവരെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ബഡ്ജറ്റ്സ് ലിമിറ്റേഷനായി. ചിലത് വർക്ക് ആവത്തില്ല. അപ്പോൾ ഇവർ തിരിച്ച് ഭയങ്കര പിടിക്കാൻ തുടങ്ങിയപ്പം നല്ല കോണ്ടന്റ് എടുക്കുന്ന സിനിമകൾക്ക് പോലും അവർ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി. സോ നൗ ഇപ്പം എങ്ങനെ ഇതിൻ്റെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫിലിം തിയേറ്ററിൽ റിലീസ് ചെയ്ത് തിയേറ്ററിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും ഇവർ നമ്മുടെ അടുത്ത് ഒരു നമ്പർ ആഫ്റ്റർ റിലീസ് പറയണത്. ഓക്കെ. സോ എന്താണെങ്കിലും ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 എല്ലാം നിൽക്കുമ്പോൾ ആ ഫ്രാഞ്ചൈസിയുടെ പേരിൽ ഇവരെ മനസ്സിലാവും. അവർ പറയും ഓക്കെ വി വിൽ ടേക്ക് ദ ഫിലിം ബട്ട് വി വിൽ ഡിസൈഡ് ഓൺ ദ നമ്പേഴ്സ് ആഫ്റ്റർ ദ റിലീസ് എന്ന് പറഞ്ഞാൽ ആ തിയേറ്ററിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് വെച്ചിട്ട് തീരുമാനിക്കലാണ് അവർ ഇത് പറയണത്. സോ എൻഡ് ഓഫ് ദ ഡേ തിയേറ്ററിൻ്റെ റിലീസ് നമ്പേഴ്സ് ആയിരിക്കും അവസാനം നോക്കുന്നത്. റിലീസ് ഡേറ്റ്സും OTT ഇതൊക്കെ നേരത്തെ പറയുമായിരുന്നു. അതായത് ഒരു ക്വാർട്ടറിൽ ഇവർക്ക് ഇത്രയും പടങ്ങളേ ഉള്ളൂ. ഓൾറെഡി അവർ 3-4 പടങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് സ്ലോട്ട് കാണത്തില്ല. ചിലപ്പം മലയാളത്തിലൊരു പടം, ഹിന്ദിയിലൊരു പടം, തെലുങ്ക്, തമിഴ്, അങ്ങനെ കന്നഡ എല്ലാം പറഞ്ഞ ഒരു ഫിലിംസ് ആയിരിക്കും ഒരു മന്തിൽ എടുക്കണം. അപ്പോൾ ഓൾറെഡി 3 ഫിലിംസ് 4 ഫിലിംസ് അവർക്ക് ആ ക്വാർട്ടറിൽ ബഡ്ജറ്റ് തീരും. പിന്നെ ഇവർ എത്ര വലിയ പടമാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും.
അപ്പോൾ 2 years ബിഫോർ അവർ പറയും ഇന്ന ക്വാർട്ടറിൽ ഇന്ന സമയം ഫ്രീ ഉണ്ട്, അന്ന് നിങ്ങളിത് വേണമെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്തോളൂ. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്നുമില്ല. ഇന്ന് തിയേറ്ററിലെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് കഴിഞ്ഞ് അവർക്ക് ആ സമയത്ത് ഒരു സ്ലോട്ട് ഫ്രീ ആണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒ ടി ടിക്കാർ തന്നെ റിലീസ് ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ ഓബ്വിയസ്ലി അല്ല, ഇപ്പോൾ OTT റിലീസ് ഇല്ല. ഓക്കെ. ഇപ്പം ഞാൻ അതാ പറഞ്ഞിട്ടുള്ളത് 1.5 years ബിഫോർ അവർ അറ്റ്ലീസ്റ്റ് പറയുമായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം ഞങ്ങൾ തിയേറ്ററിൽ പടം റിലീസ് ചെയ്ത് ബോക്സ് ഓഫീസ് നമ്പേഴ്സ് കണ്ടിട്ട് അവർ വേണോ വേണ്ടെന്ന് അവർ ചിന്തിക്കും, അവർക്ക് സ്ലോട്ടും കൂടെ ഫ്രീ ആണെങ്കിലും. അല്ലാതെ അവരുടെ സ്ലോട്ടിൽ നിന്ന് നമ്മൾ അവരുടെ സ്ലോട്ടും കൂടെ ഫ്രീ ആണെങ്കിൽ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. ചിലപ്പോൾ അവർക്ക് ഇതേപോലെ അവരുടെ തന്നെ ഷോസ് കാണും. ഇപ്പം ഇതേപോലെ TV ഷോസിൻ്റെ കുറേ കാണുമായിരിക്കും. അല്ലെങ്കിൽ കുറേ അവരുടെ ഒരു വർഷം, അതായത് ഇപ്പം മാർച്ച് ആയില്ല, ഈ മാർച്ച് തൊട്ടിട്ട് അടുത്ത മാർച്ച് വരെ ഇപ്പറേ സ്ലോട്ട് ഫുള്ളായിരിക്കും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വിചാരിച്ച പോലെ ഷൂട്ട് തീരാതെ അത് മാറിയെങ്കിൽ മാത്രമേ സിനിമയ്ക്കുള്ളെങ്കിൽ അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇപ്പം ഡിസ്നിയൊക്കെ നോക്കിയാൽ IPL കാണും, ക്രിക്കറ്റ് കാണും, ബിഗ് ബോസ് ഷോസ് കാണും, കുറേ ഇങ്ങനത്തെ വേറെ ഇതുങ്ങൾ വെബ് സീരീസ് ഉണ്ട്. ഇപ്പോൾ വെബ് സീരീസ് സ്ലോട്ട് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും നേരത്തെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് അവർ സിനിമ എന്ന് പറഞ്ഞൊരു ബാക്കി എല്ലാത്തിൻ്റെ കോണ്ടന്റും അവരുടെ സ്വന്തം കോണ്ടന്റാണ്, അവരാണ് റൈറ്റ്സ് ഹോൾഡ് ചെയ്യണത്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ആദ്യം ഹിന്ദി, തെലുങ്കു, തമിഴ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവസാനം നമ്മുടെ ഒരു മലയാളം ലീഗിൽ വരണം. സോ എഗെയിൻ അത് ഭയങ്കര റിസ്കി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കൊരു കോണ്ടന്റ് ഡ്രിവൻ ഫിലിം ആണെങ്കിൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മലയാളം ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ തന്നെയാണോ ഇത്രയും? കാരണം ഇപ്പോൾ നമുക്ക് തമിഴ് നോക്കാം. തമിഴാണെങ്കിൽ തന്നെ ചെന്നൈയിലാണെങ്കിലും ഓട്ടോമാറ്റിക്കലി അതിന് തായ്ലൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആൾക്കാരുണ്ട്, കാണാനുണ്ട്. ഹിന്ദി ആണെങ്കിൽ ഓബ്വിയസ്ലി അത് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. മലയാളത്തിന് ഈ ലാംഗ്വേജ് ബാരിയർ ആണോ ഈ ഒരു ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ലാംഗ്വേജ് ബാരിയർ ഇപ്പം ലോക പോയ ഇതറിയാലോ, കളക്ഷൻ വൈസ് എത്ര വന്നിട്ടുണ്ട്. തുടരും ഇല്ലെങ്കിൽ എംപുരം, ഈ 3 ഫിലിംസ് കഴിഞ്ഞ ശേഷം ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഇപ്പോൾ വാഡ 2 പോകുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി കളക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിയാൽ വേൾഡ് വൈഡ് ഗ്രോസ് നമ്മളും ഒരു വിചാരിക്കുന്ന നമ്പേഴ്സിൻ്റെ മേളിൽ പോയിട്ടുണ്ട്. OTT കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അതിപ്പോഴും അതിൻ്റെ ഇത് ലോജിക്കലി മനസ്സിലാവണില്ല. കാരണം അത് നമ്മൾക്കൊരു സിനിമ ഹിറ്റായാലും ഒരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്, അവർ അതിൽ കൂടുതൽ എന്തായാലും പോയി എടുക്കത്തില്ല. എനിക്കൊന്ന് ഇപ്പം ഞാൻ അറിഞ്ഞത് ഒരു മീറ്റിംഗ് പോയപ്പോൾ എല്ലാ ലാംഗ്വേജസിലും ഇപ്പോൾ ഇങ്ങനെ ആക്കി. അതായത് ഇപ്പോൾ ഹിന്ദി പോലൊരു ബേസ് എമൗണ്ട് വെച്ചിട്ട് പിന്നെ ബോക്സ് ഓഫീസ് നമ്പേഴ്സിൻ്റെ ഇത്രയും കളക്ഷൻ്റെ മേളിൽ പോയാൽ മാത്രമേ ഇത്രയും എമൗണ്ട്, അതിൻ്റെ മേളിൽ പോയില്ലെങ്കിൽ തിരിച്ച് റീഫണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ എഗ്രിമെൻറ്റ്സ് കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടതാ ഇതുണ്ട്. അതായത് ആ ഒരു സർട്ടൺ വാല്യൂ മീറ്റ് ചെയ്തില്ലെങ്കിൽ അവർ പിന്നെ ഒരു എമൗണ്ട് കൂട്ടത്തില്ല. അങ്ങനെ കുറേ ഇതുണ്ട്. പണ്ട് ഇതേപോലെ സാറ്റലൈറ്റ് വെക്കുമായിരുന്നു. അതായത് ഒരു ബേസ് എമൗണ്ട് വെച്ചിട്ട് പിന്നെ റേറ്റിംഗ് എന്ന് പറയും. ആ റേറ്റിംഗ് ഒരു ഫസ്റ്റ് പ്രീമിയർ ഷോ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആ ഫിലിം റിലീസ് ചെയ്യാനുണ്ട്, അതിൻ്റെ ഒരു ബാർ കോഡ് റേറ്റിംഗ് ഉണ്ട്. അതിൻ്റെ ഒരു വ്യൂവർഷിപ്പിൻ്റെ ബേസ്ഡ് ആയിരിക്കും. ഓരോ വ്യൂവർഷിപ്പിന് ഒരു 25 lakhs വെച്ചിട്ട് നമുക്ക് കൂടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ മേളിൽ ആ ഒരു ബേസ് റേറ്റിൻ്റെ മേളിൽ പോയില്ലെങ്കിൽ ഈ എമൗണ്ട് ഒന്നും കിട്ടത്തില്ല. ബേസ് റേറ്റ് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ആ സിസ്റ്റം ചിലപ്പോൾ OTT കൊണ്ടുവന്ന് കാണാം ഹിന്ദിയിലെല്ലാം. ബിക്കോസ് ഹിന്ദിക്കൊക്കെ നല്ല കോസ്റ്റ് വരുന്നുണ്ട്. അപ്പം അവർക്കും ഇത് എങ്ങനെ എടുക്കണം എന്ന് അറിയത്തില്ലായിരിക്കും. അതെല്ലാം ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ബേസ്ഡായി OTTയുടെ എത്ര ഇവാലുവേഷൻ ഒരു പ്രോജക്റ്റ് പോകണുണ്ടെന്ന്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചതാണ്, ഈ OTTയിൽ തന്നെ പേപ്പർ വ്യൂ ഇതിൽ തന്നെ കഴിഞ്ഞൊരു 3 months ചില തമിഴ് പടങ്ങൾ അവർക്ക് 6 crores അവർ ആ മൊത്തം പടം തീർത്തത്. അവർക്കത് പേപ്പർ വ്യൂ രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാവുകയും ബോണസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്, അതായത് ഇത്ര കൂടുതൽ വരികയാണെങ്കിൽ OTT കുറച്ചും കൂടെ, അതായത് പറഞ്ഞ എമൗണ്ടിൽ നിന്ന് കുറച്ച് കൂടുതൽ തരും. ബോണസ് സിസ്റ്റം കൊണ്ടുവന്നു. എനിക്കൊന്ന് 11 എന്നാണെന്ന് തോന്നുന്നു ആ പടത്തിൻ്റെ പേര്, തമിഴാണെന്ന് തോന്നുന്നു. അതിന് ഈ ബോണസ് കിട്ടിയ ഒരു പടമായിട്ട് പറയുന്നത്. അത് ആക്ച്വലി ചെറിയ പടങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ്, അതായത് കോണ്ടന്റ് ഉള്ള ചെറിയ പടങ്ങൾക്ക് അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആവില്ലേ? ഇപ്പോൾ ആരും ഒരു പടം എടുത്തില്ലെങ്കിൽ അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഇത് എവിടെയെങ്കിലും റിലീസ് ചെയ്താൽ പറ്റത്തുള്ളൂ. അങ്ങനെ വെക്കുമ്പോൾ പേപ്പർ വ്യൂ നല്ലതാണ്. കാരണം റൈറ്റ്സ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. എപ്പോൾ വേണമെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 months അല്ലെങ്കിൽ 4 months നല്ല പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കത് തിരിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റും. പേപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ പേപ്പർ വ്യൂവിൽ ഈ റൈറ്റ്സ് ആയിട്ട് നമ്മൾ OTTക്ക് കൊടുക്കുന്നില്ല. അതായത് നോൺ ലീനിയർ എന്ന് പറയും, ലീനിയർ നോൺ ലീനിയർ.
അപ്പം ഈ നോൺ ലീനിയർ റൈറ്റ്സിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പേപ്പർ വ്യൂവിന് നമ്മുടെ കയ്യിലാണ് അത് നിൽക്കുന്നത്. നമ്മളത് എവിടെയും ഔട്ട് റൈറ്റ് സെല് ചെയ്യണില്ല. സോ 6 months കഴിഞ്ഞിട്ട് വേറൊരു വലിയൊരു OTT പ്ലാറ്റ്ഫോം പറയാണ് ഇതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിന് വിഡ്രോ ചെയ്തിട്ട് അവർക്ക് സെല് ചെയ്യാം. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെ, ഹൈ കണ്ടന്റ് പടങ്ങളും കുറച്ച് കോൺഫിഡൻസും പിച്ച് ചെയ്യാനും കൂടെ അറിയണം. അതെ. പക്ഷേ ഈ പേപ്പർ വ്യൂയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ സർട്ടൺ എമൗണ്ട് ഉണ്ട്, ചിലപ്പോൾ 4 രൂപ 3 രൂപ. അതും ഇപ്പം ഒരു വലിയ പ്ലാറ്റ്ഫോം അത് കുറച്ചിരിക്കുക, അത് സ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുക റേറ്റ്. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് എത്ര നന്നായിട്ട് പോയാലും നമുക്ക് കിട്ടുന്ന റേറ്റ് ചിലപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ ഓക്കെ. അത് ഭയങ്കര ഇതായിട്ട് ഇപ്പം പേപ്പർ വ്യൂവിൽ നല്ലൊരു എമൗണ്ട് ആണ് അവിടെ ഒരു സിസ്റ്റം വെച്ചിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് നല്ല ലാഭകരമായിരിക്കും. ഇപ്പം എനിക്ക് സാജൻ ബേക്കറി ഞാൻ ഈ സമയത്ത് സാറ്റലൈറ്റ് ഏഷ്യാനെറ്റും ഇതേപോലെ OTT ഞാൻ ആമസോണിലെ പേപ്പർ വ്യൂ നമ്മൾ കൊടുത്തതാണ്. പക്ഷെ ഭയങ്കര ലാഭകരമായിരുന്നു നമുക്ക്. അന്ന സമയത്ത് ദൃശ്യം 2ഉം സാജൻ ബേക്കറിയും കൂടി ആൾക്കാർ കണ്ടത്. അപ്പം അന്ന് നമ്മൾ ഔട്ട് റൈറ്റിനെക്കാട്ടിലും ഒരു വലിയ എമൗണ്ട് നമുക്ക് ഇതിന് കിട്ടി, നമ്മൾ പേപ്പർ വ്യൂ കൊടുത്ത. പക്ഷേ അത് എപ്പോഴും സംഭവിക്കാമെന്നില്ല. കാരണം അന്നൊക്കെ വീട്ടിലെ കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലായിരുന്നു, പടം കാണുമായിരുന്നു. ഇന്നിപ്പം എല്ലാവർക്കും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു സിനിമ ഒരു ഫ്രൈഡേ നോക്കിയാൽ തന്നെ ഒരു 10-12 ഷോസോ അല്ലെങ്കിൽ സിനിമകൾ കുറേ ലിസ്റ്റ്. അതിൽ നിന്ന് ഈ ഒരു പടം കാണണമെങ്കിൽ തന്നെ അതൊരു ടാസ്ക്കാണ്. പറഞ്ഞ ബിസിനസ് വോളറ്റൈലാണെന്ന് പറഞ്ഞു. ഇത് ഓൾറെഡി OTT ധാരാളം കാശ് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് കാണുമല്ലോ ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതൊരു മൊണോപ്പൊളൈസിങ് എഫക്റ്റിലേക്ക് മാറുമായിരിക്കും. ഫസ്റ്റ് എല്ലാവരും നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ അവരുടെ ആവശ്യം. അപ്പം അവർക്ക് ആവശ്യമുള്ളൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ പോയിന്റ് കിട്ടിയ പിന്നെ അതിൻ്റെ മേളിൽ പോകാത്തൊരു ടൈമുണ്ട്. കോവിഡ് ടൈമിൽ എല്ലാവരും ദേ ആർ ഗെറ്റിംഗ് യൂസ് ടു OTT. കുറേ പേർക്ക് അറിയത്തില്ലായിരുന്നു, അത് ലിമിറ്റഡ് ആയിരുന്നു ആ സമയത്ത്. ഇതേപോലെയാണ് ആമസോൺ, നെറ്റ്ഫ്ലിക്സ് പോലത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അറിയണതും അതിൽ കൂടെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണതും. അപ്പം അതൊരു 1.5 years എത്തുമ്പോൾ അതിൻ്റെ പീക്കായി അവർക്ക് അവരുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടി. പിന്നെ നോക്കിയപ്പം ഇനി എന്തിനാണ് നമ്മൾ ഇത്രയും, ബിക്കോസ് അവരുടെ ആവശ്യമുള്ള ആൾക്കാർ അവിടെ തന്നെ കാണും. ബിക്കോസ് പീപ്പിൾ നോ ഓക്കെ OTT എന്താണ്, ഇതിനകത്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഇത്രയൊക്കെ ഉണ്ട്. ഇനി അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വേണ്ടവർ എന്തായാലും ഇതെടുക്കും. ഇതിന് വേണ്ടി എന്തായാലും ഇനി നമ്മൾ പൈസ കൂട്ടി ഫിലിംസ് എടുത്തിട്ട് കാര്യമില്ല. ഇതായിരുന്നു ഇതിൻ്റെ ബേസിക്കാണ്. കാരണം അതിനാണ് ഇപ്പോൾ IPL ഒക്കെ പണ്ട് നമ്മൾ ചാനൽസിൽ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ ഇപ്പം നേരെ തിരിഞ്ഞല്ലോ, ഇപ്പം നല്ല OTT പ്ലാറ്റ്ഫോംസിൽ തന്നെ അവരുടെ റൈറ്റ്സ് എടുക്കാറുണ്ട്. ഇപ്പോൾ കൂടുതലും ആൾക്കാർ മോർ ദാൻ ചാനൽസ് ഐ തിങ്ക് ദേ ആർ വാച്ചിങ് ത്രൂ OTT. സീരിയൽസ് ഉൾപ്പെടെ സ്ട്രീം ചെയ്യാം. സീരിയൽസ് ഇപ്പം ഒരു ടൈം ഇപ്പം 7:30 to 8 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ടൈം ഫ്രീ ആവണമെന്നില്ല. ഇപ്പം ബിഗ് ബോസ് പോലത്തെ അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടല്ലോ. ഇപ്പം അവർക്ക് അവരുടെ റിലാക്സ് ഉള്ള ടൈമിൽ ദേ ക്യാൻ സ്ട്രീം ആൻഡ് സീ എനി ടൈം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് അവർക്കും. ആ ഒരു മൊണോപ്പൊളി. പക്ഷെ നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ഓബ്വിയസ്ലി ഈ ഒരു ആദ്യകാലങ്ങളിൽ അത് എക്സ്പെക്ട് ചെയ്ത് കാണുമായിരിക്കുമല്ലോ. ഇത് പിന്നീട് എന്തായാലും അവർ സ്ലാഷ് ഡൗൺ ഇത്രയും ഒരു സ്ലാഷ് ഡൗൺ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. അതിന് ഈ എടുക്കുന്ന പടങ്ങളൊക്കെ ആ നമ്പേഴ്സ് വർക്ക് ആയിരുന്നെങ്കിൽ ഇവരൊരിക്കലും ഇത് കുറയാൻ. പിന്നെ മാർക്കറ്റ് സിനിമ മാത്രമല്ല എല്ലാത്തിലും ഫ്ലക്ച്വേറ്റ് ആണല്ലോ. മൊത്തം ഒരു മാർക്കറ്റ് എവിടെയെങ്കിലും ഡൗൺ ആകുമ്പോൾ അത് സിനിമേനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ വരെയാണെങ്കിൽ മൊത്തത്തിലും അഫക്റ്റ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിയാൽ എല്ലാം കൊണ്ടിട്ടാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മേഖല മാത്രമല്ല മൊത്തത്തിലൊരു അഫക്റ്റഡ് ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞ് എല്ലാ ബിസിനസ്സും പീക്കായിട്ട് പോയി. ഇപ്പോൾ ടൂറിസം പോലും കുറേ പേര് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ലായിരുന്നു കോവിഡ് ടൈമിൽ. അപ്പോൾ എല്ലാം ഓപ്പൺ ആയപ്പം ആൾക്കാർക്ക് എങ്ങനെയും ട്രാവൽ ചെയ്താൽ മതി. ഇപ്പോൾ ട്രാവൽ ഇൻഡസ്ട്രി പോലും ഒരു ബൂം. എല്ലാ ഇൻഡസ്ട്രി ഇപ്പോൾ സിനിമയ്ക്ക് തിയേറ്റേഴ്സ് പോലും ആ സമയത്ത് വീട്ടിലകത്തിരുന്ന ആൾക്കാർ പടം കാണാൻ വെച്ചാൽ തിയേറ്ററിൽ പോകുമ്പോൾ ആ സമയത്ത് ഇറങ്ങിയ പടങ്ങൾക്കെല്ലാം നല്ല കളക്ഷൻ ഉണ്ട്. സോ എല്ലാത്തിനും ഒരു റൈസും ഫോളും വരുമ്പം അത് എല്ലാം 1-to-1 കണക്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു ഇൻഡസ്ട്രി മാത്രം അത് അഫക്റ്റ് ചെയ്യണം കണ്ടിട്ടില്ല ആക്ച്വലി. ഈ ബ്ലോക്ക് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അതിപ്പോൾ ഇടയ്ക്കൊരു മാഗസീനിൽ വായിച്ചതാണ്. അതായത് പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഹോളിവുഡിലും 80s തൊട്ടേ ഉള്ള ഒരു സംഭവമാണ് ഈ ബ്ലോക്ക് ബുക്കിംഗ്. അതായത് നമ്മളിപ്പോൾ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ തിയേറ്റേഴ്സ് എല്ലാം അതായത് ലൈക്ക് നമുക്ക് സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് തിയേറ്ററിൻ്റെ അകത്ത് ചെല്ലുമ്പോഴേക്കും നമ്മൾ ഈ പറയുന്ന സീറ്റിലൊന്നും ആരും കാണത്തില്ല. ലൈക്ക് പ്രൊഡ്യൂസേഴ്സ് ബൈ ഔട്ട് ചെയ്യുന്നതാണ്. കാരണം അത് ഇതിനെയാണ് ബ്ലോക്ക് ബുക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വന്നതായി ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് 2015 സ്കൈ ഫോഴ്സ് എന്ന് പറയുന്ന അക്ഷയ് കുമാറിൻ്റെ പടത്തിനാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് തുകയ്ക്ക് ബ്ലോക്ക് ബുക്കിംഗ് ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇതൊരു ലീഗലി നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം
പ്രൊഡ്യൂസറാണ്, അയാൾക്ക് അയാളുടെ ഈ പറയുന്ന പടത്തിൻ്റെ ടിക്കറ്റ് മേടിക്കുന്നതിൽ തെറ്റില്ല, കാരണം സസ്റ്റനൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിക്കലി പക്ഷേ ചിലർക്ക് അത് ശരിയല്ല എന്ന് പറയും. ഇത് സപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നില്ല, പക്ഷേ അതിൻ്റെ അടുത്ത് ഡിസ്കാർഡ് ചെയ്യണമെന്ന്. കാരണം ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ യു ഹാവ് ടു സസ്റ്റെയിൻ. അപ്പം വിശാഖൻ എന്താണ് തോന്നുന്നത് ഇതിനെപ്പറ്റി? മലയാളത്തിൽ അങ്ങനെ ആരും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഇത് എത്ര ദിവസം ഇങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം വെറുതെ ഒരു പടം ക്വാളിറ്റി അല്ലെങ്കിൽ ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്ത ഫിലിം ആണെങ്കിൽ ഇത് വീണ്ടും പ്രൊഡ്യൂസർ ചെയ്യുന്നല്ലേ പൈസ പോകണം. അപ്പം വീണ്ടും ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇതിൻ്റെ എക്സ്ട്രാ പൈസ പോയിട്ട് ഇത് OTT ആൾക്കാരെ കുറച്ചും കൂടെ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ബ്ലോക്ക് ബസ്റ്റർ ആണോ എന്ന് നോക്കുന്നത്, ആ ഒരു ചെക്കിങ് ഇതുമായിട്ട് ചിലപ്പോൾ റിലേറ്റഡ് ആണ്. എത്ര കൺട്രീസിലത് പറ്റും? അത് ശരിയാണ്. ഞാൻ ചോദിക്കുക, ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ എത്ര സിറ്റീസിലത് പറ്റും? എത്ര ദിവസം അത് പറ്റും? ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന സംഭവം ഉണ്ടല്ലോ. ട്രാക്ക് റെക്കോർഡ് എന്ന് നോക്കുമ്പം അവർ നോക്കണത് കേരള ലിമിറ്റഡ് ആയിട്ടായിരിക്കില്ല, ഓൾ ഇന്ത്യ നോക്കും. അവർക്ക് ചെന്നൈ ഓഫീസ്, ചെന്നൈ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും മുംബൈ ആണെങ്കിലും വെളിയിൽ മറ്റേ ഗൾഫ് GCC ആണെങ്കിലും അതർ കൺട്രീസ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ നോക്കണത്. അവർ നോക്കണ കേരള നമ്പേഴ്സേ അല്ല. അതേപോലെ ഇപ്പോൾ കേരള നമ്പേഴ്സിൽ ഒരു കൂടിപ്പോയ ബുക്കിംഗ് ചെയ്ത് ഒരു 10-20 തിയേറ്റേഴ്സ് പറ്റുമായിരിക്കും. അല്ലാതെ ഒരു 400-500 സ്ക്രീൻസിൽ ഒരു പടം റിലീസ് ചെയ്യുമ്പം ഇതൊക്കെ ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അപ്പം കാരണം ഇപ്പം ഇവിടെ ഇരുന്ന ഒരാൾക്ക് ദുബായിൽ ബൾക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ US പറ്റത്തില്ല. അവിടെയൊക്കെ കറൻസിയുടെ വാല്യൂ വെച്ചിട്ട് നോക്കാമല്ലോ. സോ അതൊന്നും എനിക്ക് ഒരു സ്മാർട്ട് പ്രൊഡ്യൂസർ ആണെങ്കിൽ അവർക്കും അറിയാം, സ്മാർട്ട് OTT പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ അവർക്കും അറിയാം വെദർ ഇറ്റ്സ് എ ബൾക്ക് ബുക്കിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ ക്രൗഡാണെന്ന്. ഇപ്പം നാച്ചുറൽ ക്രൗഡ് ആകുമ്പോൾ നമുക്കറിയാം എല്ലായിടത്തും വേൾഡ് വൈഡ് നമ്മൾ ഗ്രീൻ ഇരിക്കുന്നത് ഓറഞ്ച് ആവും ബുക്ക് മൈ ഷോയിൽ വിത്തിൻ സ്പാൻ ഓഫ് ടൈമിൽ. പിന്നെ നോക്കിയാൽ അതിൻ്റെ റേറ്റിങ്സും കാര്യങ്ങളും വെച്ചിട്ട് ഒരു ഫിലിം ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്കിപ്പം തിയേറ്ററിൽ വരുന്ന ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. ബ്ലഫ് ചെയ്യാനൊന്നും നമുക്ക് ഒരിക്കലും പറ്റത്തില്ല ആ കാര്യത്തിൽ.